Hi, Sana. Hi. Hi, sir. Hi. Good evening. Good evening. How are you? I'm good. How are you? I'm good. അതെ കുറെ നാളായി കണ്ടിട്ട്. So work ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഹെക്ടിക് ആണ്. Okay. Fine. So നമുക്കെന്നാ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? So I will just give an overview about the OBU. അതിനുശേഷം നമുക്ക് സാറ്റർഡേയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാം. Okay. All right. So once again, very good evening everyone. So നമ്മുടെ ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആൻഡ് വിത്ത് us today we have Sana Althaf, and she is a OBU graduate as well as she is an ACCA affiliate. ആൻഡ് സറിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ബേസിക്കലി എവറിഥിങ് റിലേറ്റിംഗ് ടു ദ ACCA as well. Sana was a rank holder, was not just a rank holder, but എഴുതിയ ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സിനും സനയ്ക്ക് റാങ്ക് ഉണ്ട്, എസ്പെഷ്യലി ഓൾ ദ P-level papers including നോക്കിയിട്ട് വായിക്കേണ്ടി വരും SBR, SBL and AAA paper, and as well as she was a second top affiliate globally. And ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സനയെ കുറിച്ചുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ സന തന്നെ നമ്മളോട് പറയും. Alright. So ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നമ്മൾ മൾട്ടിപ്പിൾ സെഷൻസ് ഇതിന് മുന്നേയും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് one among the top 40 universities in UK. ആൻഡ് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റി ACCA സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഡിഗ്രി പ്രോഗ്രാമാണ് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയുടെ BSc ഓണേഴ്സ് ഇൻ അപ്ലൈഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഡിഗ്രി പ്രോഗ്രാം. ACCAയുടെ ഫസ്റ്റ് 9 പേപ്പേഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ഡിഗ്രി പ്രോഗ്രാമാണ് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയുടെ ഈ OBU എന്ന് പറയുന്ന പ്രോഗ്രാം. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആൻഡ് അതിന് പുറമെ EPS മോഡ്യൂൾ ആസ് യൂഷ്വൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറുള്ള പോലെ EPS മോഡ്യൂളും കൂടി കംപ്ലീറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും നമ്മുടെ എക്സാംസിന് വേണ്ടിയിട്ട്, ഐ മീൻ എക്സാംസ് അല്ല, പ്രോജക്റ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി 2 പീരീഡ് ആണ് വരിക. വൺ ഈസ് ഇൻ ദ മന്ത് ഓഫ് മെയ് ആൻഡ് ദ അതർ വൺ ഈസ് ഇൻ ദ മന്ത് ഓഫ് നവംബർ. ഈ 2 പീരീഡിലാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇൻ ടോട്ടൽ നമുക്ക് ബേസിക്കലി പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം 20 ലിസ്റ്റഡ് ടോപ്പിക്സ് ആണുള്ളത്. ഔട്ട് ഓഫ് ദിസ് 20 ലിസ്റ്റഡ് ടോപ്പിക് ആണ് നമ്മളൊരു ടോപ്പിക് ചൂസ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ടോപ്പിക്കിന്റെ ബേസിസിലായിരിക്കും നമ്മൾ പ്രോജക്റ്റ് ചെയ്യുക. ആൻഡ് ആ ഒരു ടോപ്പിക്കിന്റെ ബേസിസ് തന്നെ നമ്മളൊരു കമ്പനീനെ ചൂസ് ചെയ്യും. ആ കമ്പനിയുടെ ബേസിക്കലി ഫിനാൻഷ്യൽ അനാലിസിസും ബിസിനസ് അനാലിസിസും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സോ ഇൻഡെപ്ത് ആയിട്ട് എന്താണ് ഈ ഡിഗ്രി പ്രോഗ്രാമിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നുള്ള കാര്യം ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. വെൽ ബിഫോർ ദാറ്റ് നമുക്ക് സനയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ. സന ഇപ്പം കറന്റ് വർക്ക് ചെയ്യല്ലേ? ഞാൻ വർക്കാണ്. ഞാൻ ചെന്നൈയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്കാണ്. ഞങ്ങളുടെ ക്ലയൻസ് മോസ്റ്റ്ലി US-ലാണ്. എന്നാലും നമ്മൾ ACCA പഠിക്കുന്ന IFRS ഒക്കെ യൂസ്ഫുൾ ആവാറുണ്ട്. പക്ഷെ ഞാനിപ്പോ CPA USA ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഗ്യാപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പഠിക്കാൻ. പിന്നെ SAP ഇംപ്ലിമെന്റേഷനിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്. ഇതുവരെ ചെന്നൈയിൽ പോവാൻ പറ്റിയിട്ടില്ല. ഇതുവരെയും പോവാൻ പറ്റിയിട്ടില്ല. സോ 1 year ആയി ജോയിൻ ചെയ്തതാണ്. ഇപ്പോഴും വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. സോ സനയുടെ OBU ഡിഗ്രീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് 1 year മേലായി അല്ലേ നമ്മൾ ചെയ്തിട്ട്? അതെ, മെന്ററിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 year ആയി. സോ ഏത് വിൻഡോയിലായിരുന്നു സബ്മിറ്റ് ചെയ്തിരുന്നത് പ്രോജക്ട്? ഞാൻ മെയ് 2020 സബ്മിറ്റ് ചെയ്തത്. പക്ഷെ നമ്മുടെ ആ സമയത്താണ് കോവിഡ് റെസ്ട്രിക്ഷൻസും ലോക്ക്ഡൌൺ ഒക്കെ വന്നത്. സോ ഞങ്ങൾക്ക് ചെറിയൊരു ലീവേ കിട്ടി. ഒരു എന്തോ വീക്സ് എന്തോ അവർ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ഡെഡ്ലൈൻ. പക്ഷെ അതുപോലെ തന്നെ റിസൾട്ട് വരാൻ ലേറ്റ് ആയിരുന്നു തോന്നുന്നു. അതെ. റിസൾട്ട് എത്ര ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്? റിസൾട്ട് ഒരു ഒക്ടോബർ മിഡ് ആയിട്ടാണ് വന്നത്. അവർ 2-3 ദിവസത്തിലാണ് എല്ലാവർക്കും അയച്ചത്. സോ ആദ്യം വന്ന് എനിക്ക് ഏറ്റവും അവസാനമൊക്കെയാണ് റിസൾട്ട് വന്നത്. ഓക്കെ. ഫൈൻ. സോ നമ്മൾ പറഞ്ഞു ഓൾറെഡി 20 ടോപ്പിക്സ് ആണ് ഇൻ ടോട്ടൽ നമുക്ക് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഔട്ട് ഓഫ് സന ഏത് ടോപ്പിക്കാണ് ചൂസ് ചെയ്തത്? So out of the 20 topics, ഞാൻ ടോപ്പിക് നമ്പർ 8 ആണ് ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വൈഡ്ലി ചൂസ് ചെയ്യുന്ന ടോപ്പിക്കും. ACCA കമ്പാരിറ്റീവ്ലി ഈസിയർ ആണെന്നാണ് പറയാറ്. ഞാൻ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ വായിച്ചു നോക്കിയായിരുന്നു. ഇസ്ലാമിക് ഫിനാൻസിന്റെ ഉണ്ടായിരുന്നു, കോസ്റ്റിംഗിന്റെ ഉണ്ടായിരുന്നു, ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. സോ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ടോപ്പിക് 8 ആണ്. ഒരു കമ്പനിയുടെ ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യാം, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ പാസ്റ്റ് 3 years ഡേറ്റ എടുത്തിട്ട്. അതാണ് ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക്.
Okay, fine. Then ഏതെങ്കിലും കമ്പനി നമുക്ക് സ്പെസിഫിക്കലി ചൂസ് ചെയ്യണമല്ലോ, എസ്പെഷ്യലി ഇൻ ടോപ്പിക് നമ്പർ 8 അങ്ങനെ നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലേ? അതായത് ടോപ്പിക് നമ്പർ 8ലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രം നമുക്ക് ഇഷ്ടമുള്ള കമ്പനി ചൂസ് ചെയ്യാം, ബട്ട് വിത്തിൻ എ സ്പെസിഫിക് ഇൻഡസ്ട്രി. അവർ സ്പെസിഫൈ ചെയ്യും. ഓട്ടോമൊബൈൽ ഒരു ടോപ്പിക് ആണ്, മീഡിയ റിലേറ്റഡ് ചൂസ് ചെയ്യാം, ഇൻഡസ്ട്രിയൽ ട്രാൻസ്പോർട്ടേഷൻ ചൂസ് ചെയ്യാം. അപ്പോ ഞാൻ ചൂസ് ചെയ്ത ഓട്ടോമൊബൈൽ ആണ്, ബിക്കോസ് ഏറ്റവും നമ്മള് യൂസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ കാർസ് ആണ് ബേസിക്കലി. സോ അത് ഈസി ഇൻഫർമേഷന് വേണ്ടിയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഔട്ട് ഓഫ് ഏത് കമ്പനിയാണ് ചൂസ് ചെയ്തത്? സോ ഞാൻ ചൂസ് ചെയ്തത് BMW ആണ്. കേരളയിൽ കുറെ BMW കാർസ് ഒക്കെ നമ്മൾ കാണുന്നോണ്ട് എനിക്ക് അതാണ് ഏറ്റവും ചൂസ് ചെയ്യാൻ തോന്നിയത്. പിന്നെ മെർസിഡീസിന്റെ പേരന്റ്സ് കമ്പനി ഡൈംലർ, നമ്മളൊരു കമ്പാരിസൺ ചെയ്യണം രണ്ട് കമ്പനീസിന്റെ. അപ്പൊ ഞാൻ ഡൈംലർ ആണ് അതിനെ ചൂസ് ചെയ്തത്. പിന്നെ വാട്ട് ഐ കെപ്റ്റ് ഇൻ മൈൻഡ് വാസ് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള കമ്പനി ചൂസ് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. BMW വളരെ പോപ്പുലർ ആണ്, സോ ഇന്റർനെറ്റിൽ കുറെ ഇൻഫർമേഷൻ കിട്ടും, ബുക്സ് ആണെങ്കിലും ഉണ്ടാവും, ആൻഡ് ഇറ്റ്സ് ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾസോ. സോ ആ ഒരു കാര്യം നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. ദാറ്റ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ. ആൻഡ് ഇപ്പം സാന് പറഞ്ഞ ആ ഒരു കാര്യത്തിന്റെ ബേസിസിന് ഒരു ക്വസ്റ്റനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേസിക്കലി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, വൈൽ ഡൂയിങ് ദിസ് പ്രോജക്ട് നമ്മൾ ബേബി ഒരു കമ്പനിയിൽ പോയി വിസിറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. എസ്പെഷ്യലി വെൻ വി ടോക്ക് അബൌട്ട് ദ BMW, ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവും ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ ഇറ്റ്സ് എ കമ്പനി വിത്തിൻ ഇന്ത്യ, നമ്മൾ പ്രൈമറി ഡേറ്റ തന്നെ പോയി കളക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഓർ ഈസ് ദർ എനി പോസിബിലിറ്റി ടു വർക്ക് വിത്ത് സെക്കൻഡറി ഡേറ്റ? അതിനെ കുറിച്ചും കൂടി ഒന്ന് പറയുമോ? So, and personally, I only had secondary data because first of all, it was COVID, there were lockdowns, and BMW is situated in Germany. യൂറോപ്പിലാണ് BMW അതെ, ഡൈംലറും അതെ. സോ പ്രൈമറി ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഒരു ഓപ്ഷൻ ആയിരുന്നില്ല എനിക്ക്. പിന്നെയും എന്തെങ്കിലും ചെയ്യായിരുന്നു ഇഫ് ദി കോവിഡ് റെസ്ട്രിക്ഷൻസ് വർ നോട്ട് ദർ. സോ എന്റെ എൻറ്റയർ പ്രോജക്ട് ഞാൻ സെക്കൻഡറി ഡേറ്റ ആണ് കളക്ട് ചെയ്തത്. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, സെക്കൻഡറി ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന പോലെ അല്ല എഴുതേണ്ടത്. അതാണ് OBUലും മിക്ക പ്രോജക്ട്സും ക്യാൻസൽ ആവാനുള്ള റീസൺ. സോ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. ഒരു 1-2 വീക്സ് ഞാനിരുന്ന് എല്ലാ ആർട്ടിക്കിൾസും ഓൺലൈൻ വായിക്കും. എന്നിട്ട് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ഞാൻ എഴുതി വെക്കും, ലൈക് ഫിഗേഴ്സ് ഓർ നമ്പേഴ്സ്, ഇത്രയും പെർസെന്റേജ് കൂടി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാം സ്വന്തം എന്റെ ലാംഗ്വേജിൽ എഴുതും. സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് സെക്കൻഡറി ഡേറ്റ കൺവേർട്ടഡ് ഇൻ ടു പ്രൈമറി ഡേറ്റ. നമ്മൾ നമ്മുടേതായ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ആദ്യം മുതലേ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഓക്കെ. അപ്പം സാനിപ്പോ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു നോ that we should not copy paste anything directly, അല്ലേ? സോ പ്ലേജറിസം എന്ന് പറയുന്ന ആ ഫാക്ടർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാന് വേറെ എന്തെങ്കിലും സ്പെസിഫിക്കലി ചെയ്തിരുന്നു? ദ വൺ തിങ് ദാറ്റ് യു ഓൾറെഡി മെൻഷൻ, സാൻ ഓൺ വേർഡ്സിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ എഴുതിയിരുന്നത്, സെയിം ആസ് ദാറ്റ് ഓഫ് ദ വേ ഇൻ വിച്ച് വി കളക്ടഡ് പ്രൈമറി ഡേറ്റ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിൽ വെച്ച കാര്യം. പ്ലേജറിസം അല്ലാതെ എനിക്ക് പാരഫ്രേസിംഗും നമ്മൾ ഒരുപാട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഒരു സെന്റൻസ് എടുത്ത് 2 വേർഡ്സ് മാറ്റിയിട്ട് വേറെ വെച്ച തെസോറസി യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ നല്ലതാണെന്ന് അവർക്ക് തോന്നണം. So you have to apply your critical thinking. So what I did was, നമ്മൾ ഈ ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു പാറ്റേൺ, എങ്ങനെയാണ് ഇവർ എഴുതുന്നതെന്ന്. കുറെ ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചു, അതിന്റെ ഓത്തർ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കാൻ നോക്കി. എന്നിട്ട് ഞാൻ ടു ബി ഓണസ്റ്റ് ഐ ലൈക്ക് റൈറ്റിംഗ്. സോ എനിക്ക് റൈറ്റിംഗിന് ചെറിയൊരു ഫ്ലെയർ ഉണ്ട്. അപ്പൊ ഞാനൊരു കഥ എഴുതുന്നത് പോലെ എഴുതിയതാണ്. ബട്ട് എനി വൺ കെൻ ഡു ഇറ്റ്. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ബാക്കിയെല്ലാം മറന്നിട്ട് നമ്മൾ സ്വന്തമാക്കി എഴുതുന്നത്, അതാണ് ഞാൻ ചെയ്തത്. പിന്നെ എല്ലാം എഴുതി കഴിഞ്ഞിട്ടും ഫൈനലി ഇത് നമ്മള് ഷാർപ്പൻ ചെയ്യുമല്ലോ. സോ കുറെ വേർഡ്സ് എടുത്ത് മാറ്റി, ക്രിസ്പ് വേർഡ്സ് യൂസ് ചെയ്തു, ഡിക്ഷണറി യൂസ് ചെയ്തു, തെസോറസി യൂസ് ചെയ്തു. അങ്ങനെ ആൾക്കാരുടെ ഹെൽപ്പ് ഞാൻ എന്റെ സിസ്റ്ററിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും ചോദിച്ചു. അങ്ങനെ കുറെ ഇൻപുട്സ് ഒക്കെ എനിക്ക് കിട്ടി. ഗ്രേറ്റ്. സോ ഇപ്പം സാനം പറഞ്ഞു, സാനം കുറെ കാര്യങ്ങൾ വായിച്ചു, കുറെ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്, ഓൺ വേർഡ്സിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് യു ലൈക്ക് റൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതി നോക്കി, പലരോട് റെഫർ ചെയ്തു. സോ ഡെഫിനറ്റ്ലി ഏത് സ്റ്റുഡന്റ് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യം. സോ ഇൻ ടോട്ടൽ എത്ര ടൈമാണ് സാൻ ഈ പ്രോജക്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തത്? ഓക്കെ, നമ്മള് മെന്ററിംഗ് സെഷൻസ് 2019 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ എന്റെ ECCA പേപ്പേഴ്സ് ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് പോസിബിൾ ഫോർ മീ ടു സിറ്റ് ആൻഡ് റൈറ്റ്. പിന്നെ ഞാൻ F2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അതെല്ലാം ചെയ്ത് തീർക്കണമായിരുന്നു മിനിമം റിക്വയർമെന്റ് വരാൻ. എനിക്ക് മാർച്ചിൽ എന്റെ എക്സാം കഴിഞ്ഞു, ആൻഡ് അതായിരുന്നു എന്റെ ഫൈനൽ എക്സാം. മെയിൽ എനിക്ക് ജോലി കിട്ടി. സോ മാർച്ച് ഏപ്രിലാണ് ഞാൻ ആക്ച്വലി ഫുൾ ചെയ്തത്. ലോക്ക്ഡൌൺ ആയിരുന്നു, സോ ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ടൈം. ഞാൻ എല്ലാ ദിവസവും ഐ വുഡ് സ്പെൻഡ് എ ഫ്യൂ hours ഓൺ ഇറ്റ്.
എഴുതി തീർക്കാൻ അത്ര ടൈം എടുക്കില്ല ആക്ച്വലി. നമുക്ക് പെട്ടെന്ന് എല്ലാം എഴുതി തീർക്കാം. പക്ഷെ പിന്നെ അത് ഷാർപ്പൻ ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത് മോൾഡ് ചെയ്ത് പ്രോപ്പർ ഫോർമാറ്റിലാക്കുന്നതാണ് ദാറ്റ്സ് വാട്ട് ടേക്സ് ടൈം. ഐ തിങ്ക് ഒരു 2 months ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. Fine. Alright. And along with your studies, right? Studies കഴിഞ്ഞിട്ട് along with my studies. Yeah, of course. I did other things also. സോ അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ബേസിക്കലി നമുക്കറിയാം ACCA എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ബേസിസിൽ നമ്മുടെ F5 to F9 വരെ പേപ്പേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബേസിസിലാണ് നമുക്ക് എലിജിബിലിറ്റി തന്നെ കിട്ടുന്നത് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്, നമുക്ക് ബേസിക്കലി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ACCയും അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രോഗ്രാം ചെയ്യാനും വേണ്ടിയിട്ട്? ബേസിക്കലി അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണോ ACCA പേപ്പേഴ്സിന്റെ അത് പഠിപ്പിച്ച് അല്ലെങ്കിൽ പഠിച്ചത് ആ സെയിം കാര്യങ്ങൾ നേരെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഉള്ളത്? സോ നമ്മള് ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. സോ ഞാൻ ചെയ്തത് ബേസിക്കലി റേഷ്യോ അനാലിസിസ് ആൻഡ് കുറച്ച് ബിസിനസ് മോഡൽസ് യൂസ് ചെയ്തു. SWOT അനാലിസിസ് ആണെങ്കിലും പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ACCA പേപ്പേഴ്സിൽ പഠിക്കുന്നതാണ്. റേഷ്യോ അനാലിസിസ് എല്ലാ ACCAയുടെ പേപ്പറിലും ഉണ്ട്. സോ എങ്ങനെയാണ് റേഷ്യോ അനാലിസിസ് ചെയ്യുന്നതെന്നൊരു ഐഡിയ നമുക്ക് അവിടെ നിന്ന് കിട്ടും. PM ആണെങ്കിലും FM ആണെങ്കിലും AAA ആണെങ്കിലും. ആൻഡ് ഈ മോഡൽസ് പോർട്ടേഴ്സ് 5 ഫോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് SBL പഠിക്കുമ്പോൾ കിട്ടും. എനിക്ക് SBL ആയിട്ട് കുറച്ച് സിമിലർ ആയിട്ട് തോന്നി. ബിക്കോസ് ഇൻ ദി SBL എക്സാം യു റീഡ് എ ലോട്ട്, ദി കേസ് സ്റ്റഡി, ദി ക്വസ്റ്റ്യൻസ്, ഇറ്റ്സ് എ ലോട്ട് ഓഫ് റീഡിങ്. Likewise, I had to read a lot for BMW. So, പഠിത്തത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ വൺ ഇമ്പോർട്ടന്റ് കണക്ഷൻ ഇസ് ACCAയുടെ എല്ലാ പേപ്പറും നമ്മൾ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യണം. ദെയർസ് എ ലോട്ട് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻവോൾവ്. ഒന്നും ഡയറക്റ്റ് ആയിട്ട് വരുന്ന. അതുപോലെ തന്നെ BMWയുടെയിലും ഞാൻ ആ ക്രിട്ടിക്കൽ തിങ്കിങ് അപ്ലൈ ചെയ്തു. Because നമ്മുടെ പ്രോജക്റ്റിൽ at the end you have to write recommendations as to how to improve the company, right? എന്നിട്ട് വെറുതെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കണം, റവന്യൂ കൂട്ടണം എന്ന് എഴുതിയിട്ട് കാര്യമില്ല. You have to sit and think, how will BMW, such a big company, do something like that? നമ്മൾ സെൻസിബിൾ ആയിട്ട് എന്തെങ്കിലും പറയണം, അവിടെ കൺക്ലൂഷൻ എഴുതണം. സോ അതിനൊക്കെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നെ ഹെൽപ്പ് ചെയ്തു. എക്സാം എഴുതിയുള്ള ശീലം ഉള്ളതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഹെൽപ്പ്. ഓക്കെ. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ SBL പേപ്പേഴ്സിനകത്തുള്ള പോലെ തന്നെ ബിസിനസ് മോഡൽസ് ആണ് നമ്മൾ ഡയറക്ട്ലി യൂസ് ചെയ്യുന്നത് അല്ലേ? SBL ബിസിനസ് മോഡൽസ് ആണ് ഞാൻ യൂസ് ചെയ്തത്. അതിന്റെ നോളജ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ. ഗുഡ്. സോ അതുപോലെ തന്നെ ബേസിക്കലി നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എന്നത്തേക്കാണ് റിസൾട്ട്സ് വരിക? ഓക്കെ, ഞാൻ മെയില് സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഒക്ടോബറിൽ റിസൾട്ട് വന്നു. ഓക്കെ, ഒക്ടോബറിലാണ്. ഓക്കെ. അതുപോലെ തന്നെ ഞാനിപ്പോ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് എ സ്റ്റുഡന്റ് ആണ്. ഒരു സ്റ്റുഡന്റ് ബേസിക്കലി എന്നോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കാറ് ആ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അതുപോലെ തന്നെ സനിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഒരു സ്റ്റുഡന്റിനുള്ള എപ്പോഴുള്ള ഡൗട്ട് ആയിരിക്കും നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. അതായത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു PDF ഫയലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക, അതോ ഹാർഡ് കോപ്പിയാണ് നമുക്ക് കിട്ടുക? അതുപോലെ തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡ്യൂറേഷനുള്ളിലാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് കിട്ടുക? സോ അതേക്കുറിച്ചും കൂടി ഒന്ന് പറയുമോ? ഓക്കെ, സോ റിസൾട്ട് October 7th or 8th വന്നത്. മെയിലാണ് ആദ്യം വരുന്നത്. യു ഹാവ് പാസ്ഡ് ഓർ യു ഹാവ് ഫെയിൽഡ്. ആൻഡ് നമ്മുടെ ഗ്രേഡും വരും. ACCA പേപ്പേഴ്സിനനുസരിച്ചുള്ള ഒരു പെർസെന്റേജ് വരും. അപ്പൊ ഫസ്റ്റ് ക്ലാസ്. അത് കഴിഞ്ഞ് യു ഹാവ് എൻ ഓപ്ഷൻ ടു ബൈ ദ സോഫ്റ്റ് കോപ്പി. ഞാൻ സോഫ്റ്റ് കോപ്പി മേടിച്ചായിരുന്നു. എനിക്ക് 30 pounds ആണ് ആയത്. ദാറ്റ്സ് അറൌണ്ട് 3,000 rupees. ബിക്കോസ് എനിക്ക് എന്റെ വർക്ക് റിലേറ്റഡ് എനിക്ക് വേണമായിരുന്നു ആ സർട്ടിഫിക്കറ്റ്, ഇമ്മീഡിയറ്റ്ലി വേണമായിരുന്നു. ഞാൻ 3,000 rupees കൊടുത്ത് മേടിച്ച് എനിക്ക് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് എനിക്ക് മെയിൽ കിട്ടി സോഫ്റ്റ് കോപ്പി. അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വീട്ടിലേക്ക് ഹാർഡ് കോപ്പി വന്നു. സോ അവർ ഹാർഡ് കോപ്പി അയക്കുന്നുണ്ടായാലും വിത്തിൻ എ മന്ത്, ഒരു മന്തിൽ കൂടുതലാവില്ല. പക്ഷെ ഇമ്മീഡിയറ്റ്ലി വേണമെങ്കിൽ നമുക്ക് സോഫ്റ്റ് കോപ്പി മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. ഞാൻ CPA ഇവാലുവേഷന് കൊടുത്തായിരുന്നു, വർക്കിൽ കൊടുത്തായിരുന്നു. എല്ലാം അവര് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. സോഫ്റ്റ് കോപ്പി അയച്ചാലും മതി, എല്ലായിടത്തും വാലിഡ് ആണ്. ഓക്കെ. കൂൾ. അപ്പൊ ഇത്രയാണ് മെയിൻലി ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കാനായിട്ടുള്ളത്. ആൻഡ് ഇതിന് പുറമെ സനി ഇപ്പം ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഇപ്പം ഒരു പർട്ടിക്കുലർ ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ചു, അതായത് OBU ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഫസ്റ്റ്ലി എടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയാം? ഫസ്റ്റ്ലി എടുക്കേണ്ട സ്റ്റെപ്സ് ഇസ് ഡൂയിങ് റീസെർച്ച്, റീഡ് അബൌട്ട് ഇറ്റ്. സോ സാറ് എനിക്ക് ഒരു ഇൻഫർമേഷൻ പാക്ക് അയച്ചു തന്നായിരുന്നു. ഞാൻ ഇതിന് ഫ്രം ദ വെരി ബിഗിനിങ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു സ്റ്റാർട്ട് വിത്ത് ദ സെലക്ടിങ് എ മെന്റർ ആൻഡ് ഫ്രം ദേർ ഓൺവേർഡ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? Okay. So first you have to select a mentor. You may have to pay the mentor also. And നമ്മള് ഇപ്പൊ വെർച്വൽ സെഷൻസ് ആണ്, അല്ലെങ്കിൽ മെന്ററുടെ കൂടെ ഇരുന്ന്
നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. സോ നമ്മുടെ മെന്ററിന്റെ ഫസ്റ്റ് മീറ്റിംഗിലാണ് അവര് നമുക്ക് ബ്രീഫ് ചെയ്യുന്നത് ഇതിനെ കുറിച്ച്. സോ ഒബ്വിയസ്ലി ദ ഫസ്റ്റ് ഓപ്ഷൻ വുഡ് ബി ടു സെലക്ട് എ മെന്റർ. മെനി പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ് ഓൺലൈൻ ഓൾസോ. എനിക്കറിയാവുന്ന ഒരു ഫേസ്ബുക്കില് പാകിസ്ഥാൻ എന്നൊരു മെന്ററിനെ കണ്ടുപിടിച്ച് ചെയ്തതുണ്ട്. കൂടുതൽ കോമൺ ആയിട്ടുണ്ട്, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. The first step is to based on the information they give you, read about it, research about it. And one important thing to notice is the mentor will not spoon feed you and tell you, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ പ്രോജക്ട്. They'll just give you suggestions or recommendations. So നമ്മുടെ ഉള്ളിൽ വേണം ബ്രെയിൻ സ്റ്റോമിംഗ് നടത്താൻ. So you have to spend time on it. You have to put in the hours for it. സോ ഞാൻ ഇത്രയും ചെയ്തിട്ടും എനിക്ക് ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. കുറെ പേര് പാസ്സായില്ല, എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. ഡിഡ് ഐ ഡു ഇനഫ് എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു പേടി വരാതിരിക്കുക. എല്ലാവരും ആ ഒരു സമയത്ത് യു ആർ സ്പെൻഡിങ് സോ മച്ച് മണി ഓൺ ഇറ്റ്. സോ പുട്ട് ഇൻ യുവർ എഫേർട്ട്, പുട്ട് ഇൻ യുവർ അവേഴ്സ്, റീഡ് അപ്പ് അബൌട്ട് ഇറ്റ്. വായിക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ ലെവലിൽ എഴുതിയത് പോലെ തോന്നും. നാഷണാലിറ്റിയോ നമ്മൾ എവിടുന്നാ വരുന്നത് അതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ. Is what I have to say. So mentoring review and basically എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഒറ്റ സിംഗിൾ ഡേ ആണോ മെന്ററിംഗ് വരിക, അതോ മൾട്ടിപ്പിൾ ഡേയ്സ് ആണോ, അതൊരു ക്ലാസ് പോലെയാണോ, ഒരുപാട് ഗ്രൂപ്പിനാണോ എടുക്കുന്നുണ്ടാവുക? എങ്ങനെയാണ് മെന്ററിംഗ് വരിക യൂഷ്വലി? സോ മെന്ററിംഗ് സെഷൻസ് ഒരു 4 or 5 സെഷൻസ് ഉണ്ടാവാം. നമുക്ക് ലോക്ക്ഡൌൺ ടൈമിലായതുകൊണ്ട് ഓൺലൈൻ സൂം മീറ്റിംഗ്സ് ആണ് ചെയ്തത് മെന്ററിംഗ്. സോ ഫസ്റ്റ് മെന്ററിംഗ് സെഷൻ പക്ഷെ നേരിട്ടായിരുന്നു. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു 4-5 സെഷൻസ് ഉണ്ടാവും. ആദ്യം എന്താന്ന് ബ്രീഫ് ചെയ്യും, and then you'll start working on it and you'll show your first draft. അപ്പോൾ അവര് അത് വായിച്ചിട്ട് they'll give you suggestions based on it. ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തി ഇത് ബെറ്റർ ആവാം എന്നുള്ള സജഷൻസ് തരും. അതിനെ വെച്ച് നമ്മൾ ആ ഫീഡ്ബാക്ക് വെച്ച് യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ ഒരു സെഷൻ ഉണ്ടാവും, സെക്കൻഡ് ഡ്രാഫ്റ്റ് കാണിക്കും, പിന്നെയും സജഷൻസ് തരും. സോ ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. അങ്ങനെ ഒരു 3-4 തവണ ഇരിക്കുമ്പോഴത്തേക്കും ഫൈനലി യുവർ പ്രോജക്ട് വിൽ ബി റെഡി. ആൻഡ് വെൻ വി സേ പ്രോജക്ട്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്രോജക്ട്, റൈറ്റ്? സോ ഈ നമ്മൾ റീസെർച്ച് പ്രോജക്റ്റും ചെയ്യും, അതിന്റെ കൂടെ SLS സ്റ്റേറ്റ്മെന്റ് എഴുതണം ഒരു 2000. ഇതിനൊക്കെ നമ്മൾ എഫേർട്ട് ഇടേണ്ടതാണ്. സ്കിൽസ് ആൻഡ് ലേണിംഗ് എന്ത് നമ്മൾ പഠിച്ചു എന്ന് അവർക്ക് മനസ്സിലാവണം. അതിന്റെ കൂടെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നല്ല രീതിയിൽ ചെയ്യണം. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഹാർവേർഡ് റെഫറൻസിങ് സിസ്റ്റം ആണ് യൂസ് ചെയ്യേണ്ടത്. ഏത് ഇൻഫർമേഷൻ, ഏത് ഫിഗർ എവിടെ നിന്ന് എടുത്താലും അതിന് റെഫറൻസ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അത് പ്ലേജറിസം ആണെന്ന് പറഞ്ഞ് അവർ റിജക്ട് ചെയ്യും. സോ ഐ ഹാഡ് സം ക്ലോസ് ടു 75-100 റെഫറൻസസ് എന്തോ ഉണ്ടായിരുന്നു. സോ എല്ലാം കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. ഇതാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇത്രയാണ് മെയിൻലി സനയായിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് മോറോവർ, ഹു വാസ് യുവർ മെന്റർ ബൈ ദ വേ? My mentor was Alan Biju Palak. Alan sir ആണ് എന്നെ മെന്റർ ചെയ്തത്. വളരെ നല്ല മെന്ററിംഗ് സെഷൻസ് ആയിരുന്നു. Moreover, I could ask anything and sir helped us a lot. കുറേ സമയം സ്പെൻഡ് ചെയ്തു. സർ ഇരുന്ന് ഫുൾ വായിച്ചു. So I have to thank you. ഞാൻ ഇതുവരെ നേരിട്ട് താങ്ക് ചെയ്തിട്ടില്ല. Thank you so much sir and giving me a degree. Yeah. And I think if anyone is thinking about getting the degree, just go for it, because ഒരു ഇന്റർനാഷണൽ ഡിഗ്രി ഉള്ളത് നമുക്ക് എപ്പോഴും ആഡഡ് ബോണസ് ആണ്. ഇപ്പൊ എന്റെ വർക്കിലാണെങ്കിലും എനിക്ക് ഡിഗ്രി ഉള്ളത് എനിക്കൊരു ആഡഡ് ബോണസ് ആയിരുന്നു. ഇനി ഇത് വർക്കിന് അപ്ലൈ ചെയ്താലും ഇത് നമ്മുടെ റെസ്യൂമേയിൽ ഒബ്വിയസ്ലി വെയിറ്റ് ആഡ് ചെയ്യും. സോ എവ്രി വൺ, ഇഫ് യു ആർ കൺസിഡറിംഗ് ഇറ്റ്, ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, ജസ്റ്റ് ഡു ഇറ്റ്. ആൻഡ് യു ഗെറ്റിംഗ് എ ഡിഗ്രി ഫോർ half the cost of what an actual degree is, right? So cost wise നോക്കുമ്പോഴും feasible ആണ്. Yeah. Fine. Alright. So any specifically ആർക്കെങ്കിലും ഇപ്പൊ ഇത്രയും നേരം ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം everything was from the perspective of a student. സോ നമ്മൾ യൂഷ്വലി ഇപ്പം ലാസ്റ്റ് ഡേ പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ നമ്മളോട് കുട്ടികൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചോദിച്ചിരുന്നെല്ലാം. സോ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയ ഒരു സ്റ്റുഡന്റിനോട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയനെ കുറിച്ച് ചോദിക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഷി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡെഫിനറ്റ്ലി എന്താണ് ഈ ഡിഗ്രി പ്രോഗ്രാമിന്റെ അകത്തുള്ള ടോട്ടൽ കണ്ടന്റ് എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറയുന്നതായിരിക്കും ആസ് എ മെന്റർ. ആൻഡ് ഇപ്പൊ ഫോർ ദ ടൈം ബീങ് സനയോട് എന്തെങ്കിലും റിലേറ്റിംഗ് ടു ദ പ്രോജക്ട് ചോദിക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എനിവൺ? I think already there's a question. സർ, OBU ഡിഗ്രീസ് കോംപ്ലിമെന്ററി ഡിഗ്രി ആണോ? അത് നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പോലെ തന്നെ പ്രൊഫൈലിൽ ആഡ് ചെയ്യുമോ? പ്ലീസ് റിപ്ലൈ. വെൽ, ഇതൊരു കോംപ്ലിമെന്ററി ഡിഗ്രി എന്നല്ല. ACCA എന്നുള്ള 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് യു ആർ ഗെറ്റിംഗ് ദ എലിജിബിലിറ്റി ടു അപ്പിയർ ഫോർ ദി ഡിഗ്രി. ഹൗവർ ഇതൊരു കോംപ്ലിമെന്ററി ഡിഗ്രി പോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. ടു ബി ഫ്രാങ്ക്, സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ നോർമൽ ഡിഗ്രി ഫ്രം ആൻ
ഓവർസീസ് യൂണിവേഴ്സിറ്റി. ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോറിൻ ഡിഗ്രി എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. എങ്ങനെയാണ് ഒരു നോർമൽ ഡിഗ്രി നിങ്ങൾ നാട്ടിൽ യൂസ് ചെയ്യുക, സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഈ ഒരു ഡിഗ്രി വെച്ചിട്ട് PSC എക്സാംസ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് യൂഷ്വലി ചോദിക്കാറുണ്ട്. ദാറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഇൻ ദ സെൻസ് അതെങ്ങനെയാണ് ഗവൺമെന്റ് റെഗുലേഷൻസ് അതുപോലെ ആയിരിക്കും വരിക. അല്ലാണ്ട് നോർമലി എങ്ങനെയാണോ ഡിഗ്രി അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. Then anything other than that? How many days it will take to complete this? I think Sana have already answered, right? Yeah, around 2 months. Average സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എത്ര ടൈം ആയിരിക്കും എടുക്കുന്നുണ്ടാവുക? ഇൻ കേസ് നമ്മളിപ്പം സ്റ്റഡീസിന്റെ കൂട്ടത്തിലല്ല കൊണ്ടുപോകുന്നത്, Yes, ഒരു 2 to 3 months ആണ്. It depends on the person, but ഒരു 2 months comfortably തീർക്കാൻ പറ്റും. Yeah. Then affiliate ആയവർക്ക് ഈ ഡിഗ്രി എടുക്കാൻ പറ്റുമോ? Yeah, not just for the affiliates. അതായത് F5 to F9 വരെ നിങ്ങളുടെ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you can opt in for the degree at any time. നേരത്തെ F7, F8, F9 പേപ്പേഴ്സ് ചെയ്യുന്നതിന് മുന്നേ opt in ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു റൂളും എടുത്തു മാറ്റിയിട്ടുണ്ട്. You can opt in at any time. Okay. Hakim, ACCA ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. You can join for ACCA at any time. There's no issues with that. Okay. ACCA ഡിഗ്രി ഉണ്ടെങ്കിൽ CPA ചെയ്യുമ്പോൾ എത്ര ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും? Sana, there's a question for you actually. Okay, ACCA plus OBU ഡിഗ്രി ഉണ്ടെങ്കിൽ CPA ക്ക് എത്ര ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും? 0. ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടില്ല. എന്റെ ഇവാലുവേഷനിൽ അവർ അങ്ങനെയാണ് പറഞ്ഞത്. ബട്ട് ഐ ഹാവ് another ഡിഗ്രി. ഞാൻ ഇഗ്നോന്ന് BCom ചെയ്യുന്നുണ്ട്. ആ BCom പിന്നെ ഞാൻ അമിറ്റി യൂണിവേഴ്സിറ്റിന്ന് PGDA ഒരു 9 month കോഴ്സ്. ഭയങ്കര സിമ്പിൾ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. ഈ CPA USAയും ACCAയും തമ്മിൽ വലിയ ബന്ധമില്ല. സോ അവർ ACCAയും കൺസിഡർ ചെയ്യില്ല. ഈ ഇത് UK ഡിഗ്രിയാണ് ബേസിക്കലി, അതും കൺസിഡർ ചെയ്യില്ല. പക്ഷേ there are many like CMA അങ്ങനെ കുറെ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് നോട്ട് ഫോർ CPA USA. Okay. Yeah, ഷഫീഖ് സാർ വന്നിട്ടുണ്ട്. ഹായ് ഷഫീഖ് സാർ. ഹായ് ഹായ്. ഹായ് സാർ. ഹായ് ഷഫീഖ്. ചലഞ്ചിങ് ആണോ കോഴ്സ്? ഏതാണ്? OBU ആണോ? അതുപോലെ തന്നെ is it comparatively tougher than ACCA എന്ന് ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾ ചോദിക്കുന്ന OBU നെ കുറിച്ചിട്ടാണോ? is it about is it challenging എന്ന് ചോദിച്ചാൽ with regards to OBU is it challenging എന്ന് ചോദിച്ചാൽ yes it is challenging, but ആൾക്കാർക്ക് പറ്റുന്നേ ഉള്ളൂ because there are people who pass it, who clear the project, right? So it's definitely possible. ഇത്തിരി ഹാർഡ് വർക്ക് ഇട്ടാ പറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഫീറ്റ് അല്ല. Yeah. അതുപോലെ തന്നെ the other one, should we solely concentrate on this research and അതോ ACCA P level ചെയ്യുമ്പോൾ തന്നെ ചെയ്യാവോ? ഞാൻ P levels ചെയ്തപ്പോഴേ മെന്ററിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ചുമ്മാ നമുക്കൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഞാൻ പാസ്സായിട്ടാണ് ഫുൾ എഫേർട്ട് ഇട്ടത്. എന്നാലും യു ക്യാൻ ജസ്റ്റ് വർക്ക് 1 hour for a day. ഒരു 2-3 months ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. You can do it any time. So basically സ്റ്റഡീസിന്റെ കൂട്ടത്തിൽ തന്നെ ഈസിലി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നല്ലേ ഉള്ളൂ? Easily manageable ആണ്, definitely. Yeah, I'm talking about the mentoring sessions too. Basically, it will be face-to-face, one-to-one sessions. ഇപ്പം സനയുടെ mentoring session ആണെന്നുണ്ടെങ്കിൽ mentoring session അത് ഞാനും സനയും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും എന്റെയും കൺവീനിയന്റ് ടൈം നോക്കിയിട്ടായിരിക്കും mentoring sessions വെക്കുന്നുണ്ടാവുക. സോ ഈസിലി നിങ്ങൾക്ക് സ്റ്റഡീസിനൊപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ, എസ്പെഷ്യലി ഇൻ ദ P level papers. ഒരു BCom ഗ്രാജുവേഷൻ ഉള്ളത്. ഓക്കെ, ഒരു BCom ഗ്രാജുവേഷൻ ഉള്ള ഒരാൾക്ക് OBU കൂടെ ചെയ്യുന്നതുകൊണ്ട് അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി നിങ്ങൾ BCom എടുക്കുന്നുണ്ടാവുക ഇവിടെയുള്ള നാട്ടിലൊരു യൂണിവേഴ്സിറ്റി നിന്നായിരിക്കും. ഇതൊരു ഫോറിൻ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഡിഗ്രി, അതിൻ്റെതായ എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ആ ഒരു സെയിം ആഡ് ഓൺ ബെനിഫിറ്റ് മാത്രമായിരിക്കും കിട്ടുന്നുണ്ടാവുക. ടു ബി ഫ്രാങ്ക്, ഫീസ് എങ്ങനെയാണ് വരിക? ഫീസ് വിൽ വേരി ഫ്രം ടൈം ടു ടൈം. ഇൻ ദ സെൻസ് നമ്മുടെ സബ്മിഷൻ പീരീഡിനനുസരിച്ച് ഫീസിനും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. എന്നാലും ഓൺ ആൻ ആവറേജ് സന എത്രയായിരുന്നു ടോട്ടൽ കോസ്റ്റ് ആയത് പ്രോജക്റ്റ്? സബ്മിഷനിൽ it was £380. So ആ £380 depending on the exchange rate it changes. അത് വെച്ച് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. But if it gets rejected you have to pay the entire £380 again, and there's an option to submit up to 3 times. So in case അങ്ങനെ same like that of the ACCA exams, right? ഒരു പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ you need to pay the submission fees again. £380 അടുത്താണ് submission fees വരിക. And in addition to that there will also be mentoring fee. Roughly around ഒരു mentoring fees എല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേനും 60,000 ആയിരിക്കും ആവുന്നുണ്ടാവുക in total project submission വേണ്ടിയിട്ട്. Okay. Then anything else
Hi, Sana. By the way. All right. Other than that, is there any doubts in relation to the OBU? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ബേസിക് ഡൗട്ട്സ് ഉണ്ടോ? സർ ACCA കംപ്ലീറ്റ് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ജോബ് കിട്ടുമോ? സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ജോബ്സ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ട്. ഐ മീൻ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് റോൾസ് പറഞ്ഞാൽ ബേസിക്കലി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് ഉണ്ട്. അവിടെയൊക്കെ ബിസിനസ് ഇവാലുവേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള അപ്രൈസൽസിന് വേണ്ടിയിട്ടും ജോബ് ചെയ്യുന്ന പല കുട്ടികളുണ്ട്. ഓക്കെ, സോ ബേസിക്കലി യു ആർ എ ഫിനാൻസ് പ്രൊഫഷണൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക ആ എല്ലാ ഏരിയസിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് എന്ന് തോന്നുന്നു OBU ആയിട്ട് റിലേറ്റ് ചെയ്ത്. Okay, so yeah, so thank you so much, Sana, for spending time for our students and for your friends. Thank you. So it was really helpful. I think from the perspective of a student, എന്തൊക്കെയാണ് ഒരു OBU ഡിഗ്രി ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് കേൾക്കേണ്ടത് അതെല്ലാം കുട്ടികൾ കേട്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. Okay, so anyway, once again, thank you so much. Thank you so much. Bye bye. So ഇനിയാണ് നിങ്ങൾക്ക് ബേസിക്കലി ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് എ മെന്റർ എന്തൊക്കെയാണ് OBU എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരാനായിട്ടുള്ളത്. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് UK ടോപ്പ് 40 യൂണിവേഴ്സിറ്റിയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് ആ യൂണിവേഴ്സിറ്റി ACCA സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയുടെ BSc ഓണേഴ്സ് ഇൻ അപ്ലൈഡ് അക്കൗണ്ടിങ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ എലിജിബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ദാറ്റ് യു നീഡ് ടു കംപ്ലീറ്റ് ഓൾ യുവർ ഫസ്റ്റ് 9 പേപ്പേഴ്സ് ഓഫ് ACCA. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ നമ്മുടെ EPSM മോഡ്യൂൾ, എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മോഡ്യൂൾ, അതും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവണം. സോ ഈ രണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനി ടൈം യു ക്യാൻ സ്റ്റാർട്ട് യുവർ മെന്ററിംഗ് സെഷൻ. മെന്ററിംഗ് സെഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു സെലക്ട് എ രജിസ്റ്റേർഡ് മെന്റർ. ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് എഴുതി ക്ലിയർ ആയവരാണ് രജിസ്റ്റേർഡ് മെന്റേഴ്സ് എന്ന് പറയാം. ആൻഡ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരാണ് രജിസ്റ്റേർഡ് മെന്റേഴ്സ്. അങ്ങനെയുള്ള രജിസ്റ്റേർഡ് മെന്ററിന്റെ അടുത്ത് പോവുക. ആ മെന്റർ ആയിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് തരിക. ബേസിക്കലി 1-to-1 ട്രെയിനിങ്സ് ആയിരിക്കും തരുന്നുണ്ടാവുക. അതായത് ഒരു മെന്റർ ഒരു മെന്റിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നുണ്ടാവുക. സോ ബേസിക്കലി മിനിമം 4 മെന്ററിംഗ് സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ സെഷൻസിനെ കുറിച്ച് പറയുന്നത് മിനിമം 4 എന്നല്ല, ഒരുപാട് സെഷൻസ് ഉണ്ടാവും. ആൻഡ് ഈ മിനിമം 4 സെഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിന്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളും എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നമ്മുടെ മെന്ററിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യുന്നുണ്ടാവും ഇത്രയായിരിക്കും. നമുക്ക് ഇൻ ടോട്ടൽ 20 ടോപ്പിക്സ് ആണ് OBU തന്നിരുന്നത്. ഔട്ട് ഓഫ് ദാറ്റ് 20 ടോപ്പിക് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് സെലക്ട് ചെയ്യണം. ആൻഡ് ആ ടോപ്പിക്കിന്റെ ബേസിസിൽ ഒരു കമ്പനിനെയും ചൂസ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ 3-year ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പാസ്റ്റ് 3 ഇയേഴ്സിലെ ബിസിനസ് പെർഫോമൻസും ഫിനാൻഷ്യൽ അനാലിസിസും നമ്മൾ നടത്തണം. റേഷ്യോ അനാലിസിസ്. ആൻഡ് ആ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ഈ കമ്പനിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഓൾസോ ചൂസ് എ കോമ്പറ്റീറ്റർ എൻറ്റിറ്റി. സേ ഫോർ എക്സാമ്പിൾ BMW എന്ന് പറയുന്ന കമ്പനിനെയാണ് നമ്മൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ ബി ചൂസിങ് സേ ഫോർ എക്സാമ്പിൾ മെഴ്സിഡീസ് ആസ് ഇറ്റ്സ് കോമ്പറ്റീറ്റർ. ആൻഡ് ഈ രണ്ട് കമ്പനിയുടെയും ഫിനാൻഷ്യൽ പെർഫോമൻസ് ആയിരിക്കും ഓവർ ദ പാസ്റ്റ് 3-year പീരീഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം, വിച്ച് ഇൻക്ലൂഡ്സ് 7,500 വേർഡ്സ്. 7,500 വേർഡ്സിൽ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ആൻഡ് ഈ റിസർച്ച് റിപ്പോർട്ടിന്റെ അകത്തായിരിക്കും എൻ്റെ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടാവുക. കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയും. ദെൻ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ് പാസ്റ്റ് 3 ഇയറിൽ എന്ന് പറയും. ദെൻ കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസ് എങ്ങനെയാണ്, നമ്മുടെ SWOT-ഉം പെസ്റ്റലും 5 ഫോഴ്സസ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബിസിനസ് അനാലിസിസ് മോഡൽസ് യൂസ് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് ഇതിന്റെ എല്ലാത്തിന്റെ ബേസിസിൽ വി നീഡ് ടു പ്രൊവൈഡ് എ കൺക്ലൂഷൻ ആസ് വെൽ ആസ് റെക്കമെൻഡേഷൻ ഫോർ ദ കമ്പനി. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിന്റെ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇൻ അഡീഷൻ ടു ദ റിസർച്ച് റിപ്പോർട്ട് നമ്മൾ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് ആയിരിക്കും ദ അനക്സ്റ്റർ. അനക്സ്റ്റർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. റിസർച്ച് റിപ്പോർട്ടിനകത്ത് പലതരത്തിലുള്ള റേഷ്യോസും കാര്യങ്ങളും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഓരോ റേഷ്യോസും കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്തത് എന്നുള്ളതായിരിക്കും നമ്മുടെ അനക്സ്റ്ററിന്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ലിറ്ററലി പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് നോട്ട് ആയിരിക്കും അനക്സ്റ്റർ എന്ന് പറയാം. ഇതിന് പുറമെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ റിസർച്ച് റിപ്പോർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതിനകത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടാവും പല പല ഡോക്യുമെന്റ്സ്. സോ ഈ എന്തൊക്കെ ഏരിയാസിൽ നിന്ന് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റെഫർ ചെയ്തത് ആ ഡോക്യുമെന്റ്സിന്റെ എല്ലാം റെഫറൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേർഡ് ഫയൽ ഉണ്ടാക്കും. ഇൻ അഡീഷൻ ടു ദിസ് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്ത് കാണിക്കേണ്ടത് നിങ്ങളുടെ മെന്ററിനെയാണ്. സേ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം യുവർ മെന്റർ, നിങ്ങൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പ്രസന്റ് ചെയ്ത് കാണിക്കേണ്ടത് എന്നെയാണ്. And എന്നെ പ്രസന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് you need to use a PowerPoint presentation which will include approximately maybe around 16 to 20 slides. 20 slides കൂടാൻ പാടില്ല. 20 slides ഉള്ള ഒരു PowerPoint presentation ഉണ്ടാക്കിയിട്ട് അതായിരിക്കും നിങ്ങൾ എന്നെ പ്രസന്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവുക.
And as an evidence for this, നിങ്ങൾ ഈ ഒരു സെയിം PowerPoint presentation ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. ഇത്രയാണ് പ്രൈമറി ആയിട്ടുള്ള 4 documents എന്ന് പറയുന്നത്. സോ റിസർച്ച് റിപ്പോർട്ട്, സ്കിൽ, the annexure, then reference list and PowerPoint presentation. ഇതിന് പുറമെ ഒരു ഡോക്യുമെന്റ് കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും, സംതിങ് കോൾഡ് SLS, സ്കിൽസ് ആൻഡ് ലേണിംഗ് സ്റ്റേറ്റ്മെന്റ്. SLS എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള മീറ്റിംഗ് ആയിരുന്നു കണ്ടക്ട് ചെയ്തത്, വെദർ ഇറ്റ് വാസ് ഫേസ് ടു ഫേസ് ഓർ ത്രൂ ഓൺലൈൻ, എവിടെ വെച്ചിട്ടാണ് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓരോ മീറ്റിംഗിനും ചെയ്തത്, ദെൻ എങ്ങനെയായിരുന്നു ഈ സ്റ്റുഡന്റ് പ്രസന്റേഷൻ ചെയ്തത്, വാട്ട് വാസ് ഹിസ് മെന്റേഴ്സ് റിവ്യൂ ഓൺ ദിസ്, അതുപോലെ തന്നെ ഈ പ്രോജക്ട് പ്രസന്റേഷൻ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടായത്, ഹൗ ഇറ്റ് മേ ഹെൽപ്പ് യു ഇൻ യുവർ കറന്റ് സ്റ്റഡീസ് ഓർ യുവർ കറന്റ് എംപ്ലോയ്മെന്റ് ജോബ്, അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന്റെ ഔട്ട്കം എന്തായിരുന്നു, വെദർ യു ആർ ഏബിൾ ടു അച്ചീവ് യുവർ ഒബ്ജക്റ്റീവ്, ഇങ്ങനെയുള്ള കുറെ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതാണ് സ്കിൽസ് ആൻഡ് ലേണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. 2000 വേർഡ്സിനാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആ സ്കിൽസ് ആൻഡ് ലേണിംഗ് സ്റ്റേറ്റ്മെന്റ് കൂടി ആയിരിക്കും നമ്മൾ ബേസിക്കലി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിസർച്ച് പാർട്ടായിട്ട് നമ്മൾ ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ബേസിസിലായിരിക്കും ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റി നമുക്ക് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഇൻ ടോട്ടൽ 5 documents ആയിരിക്കും വരിക. ദ സ്കിൽസ് ആൻഡ് ലേണിംഗ് സ്റ്റേറ്റ്മെന്റ്, ദ annexure, then in addition to this a PowerPoint presentation, then the reference list, and above all the research report, which is the most important and the primary file. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊത്തം യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഈ ഇത്രയും ഫയൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈമറി ഡേറ്റ തന്നെ വേണോ, നമ്മളൊരു പർട്ടിക്കുലർ ക്ലയന്റിന്റെ അടുത്ത് പോയി തന്നെ ഡേറ്റ കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. നമുക്ക് ഡയറക്ട്ലി ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വി ക്യാൻ ഓൾസോ വർക്ക് വിത്ത് സെക്കൻഡറി ഡേറ്റ. ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടോപ്പിക്. ചില ടോപ്പിക്കിന് പ്രൈമറി ഡേറ്റ ആവശ്യമായിട്ട് വരും, ബട്ട് മോസ്റ്റ് ഓഫ് ദി ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക്കിന് പ്രൈമറി ഡേറ്റ ആവശ്യം ഉണ്ടാവില്ല, സെക്കൻഡറി ഡേറ്റ ആയിരിക്കും ആവശ്യം വരിക. ഇനി എത്ര ടൈമാണ് ഈ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രിയോർലി ഡിപ്പെൻസ് ഓൺ ദി സ്റ്റുഡൻസ്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തന്നെ ടൈം എംഫസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ് ഇൻ എ സ്പാൻ ഓഫ് 1.5 months. ആൻഡ് നിങ്ങൾ ഇപ്പോൾ ACCA സ്റ്റഡീസിന്റെ കൂട്ടത്തിലാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3 months ഒക്കെ എടുക്കാം മേ ബി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഇതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നുണ്ടാവുക. ബിക്കോസ് നിങ്ങൾ നല്ല രീതിയിൽ ഡെയിലി ബേസിസ് ടൈം എംഫസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഷോർട്ട് സ്പാനിൽ തന്നെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ മീറ്റിംഗിനും നമ്മൾ ആ പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത പാർട്ട് റിവ്യൂ കമന്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് വേണ്ടത് ആ സജഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും മെന്ററിംഗ് സെഷൻ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ടോട്ടൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അറൌണ്ട് 60,000 ആണ് കോസ്റ്റ് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ബേസിക്കലി 2 അറ്റംപ്റ്റ് ആണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. വൺ ഈസ് ഇൻ ദ മന്ത് ഓഫ് മെയ് ആൻഡ് ദ അതർ വൺ ഈസ് ഇൻ ദ മന്ത് ഓഫ് നവംബർ. മെയ് 1 to 12 നവംബർ 1 to 12 ആയിരിക്കും നമുക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള പീരീഡ് എന്ന് പറയാം. അപ്രോക്സിമേറ്റ്ലി ആഫ്റ്റർ 5 months ആയിരിക്കും റിസൾട്ട് വരുന്നുണ്ടാവുക. ഒരു കുട്ടിക്ക് മാക്സിമം 3 പ്രാവശ്യമാണ് ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 1 time സബ്മിറ്റ് ചെയ്തു ബട്ട് ഗോട്ട് റിജക്റ്റഡ്, അങ്ങനെയാണ് വി നീഡ് ടു പേ ദ സെയിം ഫീ അഗെയിൻ. മെന്ററിംഗ് ഫീസ് പേ ചെയ്യേണ്ട. ഹൗവർ അറൌണ്ട് 380 pounds നമ്മൾ വീണ്ടും സബ്മിഷൻ ഫീ ആയിട്ടും പേ ചെയ്യണം. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഐ വിൽ ക്ലാരിഫൈ ഓൾ യുവർ ഡൗട്ട്സ് നൗ. അതുപോലെ തന്നെ പാസിംഗ് ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ മെയിൻലി നിങ്ങളുടെ റിസർച്ച് റിപ്പോർട്ട് തന്നെയാണ് പാസിംഗ് ക്രൈറ്റീരിയ. സെക്കൻഡ്, നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ആണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും നിങ്ങളുടെ ഗ്രേഡ് ഡിറ്റർമൈൻ ചെയ്യുക. ഒന്ന് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ക്വാളിറ്റി ആൻഡ് ദ അതർ വൺ ഈസ് നിങ്ങളുടെ ACCA F5 to F9 പേപ്പേഴ്സ്, F4 to F9 പേപ്പേഴ്സിന്റെ ആവറേജ് മാർക്ക്. ഓക്കെ, ഈ 2 കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും. But don't worry about your ACCA's average mark because it will be basically be somewhere around 60%. Okay, so don't worry with that. നമുക്ക് ബേസിക്കലി ഈ 2 ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കും നമുക്ക് അൾട്ടിമേറ്റ് ഗ്രേഡ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, 3 times കഴിഞ്ഞാൽ പറ്റില്ല. 3 times കഴിഞ്ഞാൽ പറ്റില്ല ബ്രോ. ഓക്കെ, നമ്മൾ 1 time സബ്മിറ്റ് ചെയ്യണം. 1 time സബ്മിറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ എഫോർട്ട് ഇട്ടിട്ട് വേണം നമ്മൾ സെക്കൻഡ് ടൈം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അതർ ദാൻ ദാറ്റ് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Sir, for topic 8, how do we select a company? How do we find the articles to read about? Just Googling, or we will mentor help in finding the article? Of course, mentor will be helping you in the mentor will not anyway suggest you with the particular article. However, he will suggest you the way in which you need to search for the articles. As well as ടോപ്പിക് 8 കുറിച്ച് പറയുന്ന സമയത്ത് കമ്പനി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് സ്പെസിഫിക് ഇൻഡസ്ട്രീസ് ഉണ്ട്. ആ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള കമ്പനി ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അതായത് ഇപ്പം കറന്റ്ലി റണ്ണിങ് ആയിട്ടുള്ള വിൻഡോയിൽ ഏതൊക്കെയാണ് ഇൻഡസ്ട്രി എന്ന് ചോദിച്ചാൽ ടയർ മാനുഫാക്ചറിങ് കമ്പനീസ്, ഓട്ടോമൊബൈൽ കമ്പനി, ഓട്ടോമൊബൈൽ പാർട്ട് കമ്പനി, മീഡിയ ഇൻഡസ്ട്രീസ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ്, അതുപോലെ തന്നെ
ബിസിനസ് ടു ബിസിനസ് ട്രാൻസ്പോർട്ടേഷൻ ആസ് വെൽ ആസ് മറൈൻ ട്രാൻസ്പോർട്ട് നടത്തുന്ന കമ്പനീസ്, ഡെലിവറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ്, ഇതൊക്കെയാണ് മെയിൻലി ഈ ഒരു അറ്റംപ്റ്റിൽ വന്നേക്കുന്ന കമ്പനീസ് എന്ന് പറയാം. ഓക്കെ, then in addition to that മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് തരത്തിലുള്ള ഡൗട്ട് ആണെങ്കിലും ചോദിച്ചോ, റിലേറ്റിംഗ് ടു ദ OBU സ്പെസിഫിക്കലി. ഓക്കെ, ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ച്. EPS കുറച്ച് മുന്നേ കംപ്ലീറ്റ് ചെയ്താൽ യാതൊരു പ്രശ്നമില്ല. There's no issues with that. ഓക്കെ, എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായാൽ മതി. എപ്പോഴെങ്കിലും എന്നല്ല, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ വരുന്ന മെയ് അറ്റംപ്റ്റിലേക്കാണ് നമുക്ക് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാർച്ച് 24 വേണം നമ്മൾ നമ്മുടെ EPS മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഡെഡ് ലൈൻസ് ഉണ്ടാവും. അതർ ദാൻ ദാറ്റ് വേറെ നേരത്തെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ACCA and OBU enough ആണ് ബ്രോ. ഓക്കെ, ACCA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് OBU എന്ന് പറയുമ്പോൾ യു ഹവ് ഗോട്ട് എ ഡിഗ്രി പ്രോഗ്രാം ആസ് വെൽ. ഓക്കെ, ദെൻ ഇൻ അഡീഷൻ ടു ദാറ്റ് വേറെ എന്തൊക്കെയാണ് ഡൗട്ട് ഉള്ളത്? മക്കളെ എന്ത് തരത്തിലുള്ള ഡൗട്ട് ആണെങ്കിലും ചോദിച്ചോ, റിലേറ്റിംഗ് ടു ഡിഗ്രി സ്പെസിഫിക്കലി എന്ത് തരത്തിലുള്ള ഡൗട്ട് ആണെങ്കിലും ചോദിച്ചോ. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് റെക്കോർഡിംഗ് അവൈലബിൾ ആണോ എന്ന്. റെക്കോർഡിംഗ് വിൽ ബി മേഡ് അവൈലബിൾ ആഫ്റ്റർ, റൈറ്റ് ആഫ്റ്റർ ദ സെഷൻ റെക്കോർഡിംഗ് ഉണ്ടാവും കേട്ടോ. ഡോണ്ട് വറി വിത്ത് ദാറ്റ്. By when do we need to complete the project for November submission? Ani November submission വേണ്ടിയിട്ട് പ്രോജക്റ്റ് എന്നാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ സബ്മിഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് November 1 to November 12 ആണ്. ആ ഒരു പീരീഡിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ബേസിക്കലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 15 days മുന്നേ നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഫൈനൽ റിവ്യൂ കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, സോ എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ട. നവംബർ വിൻഡോയിലേക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേ ബി റൈറ്റ് ആഫ്റ്റർ മെയ് സബ്മിഷൻ ഇറ്റ്സെൽഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് BSc ഹോണേഴ്സ് ക്യാൻ ബി ഡു MBA. റോഷൻ, എന്ത് MBA ഉദ്ദേശിച്ച്? ഐ ഡോണ്ട് ഗെറ്റ് യു. ഇൻ ദ സെൻസ് ഇവിടെ നോർമൽ നാട്ടിലൊരു MBA ചെയ്യുന്നതിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? കോസ്റ്റ് എത്രയാണ് EPS ആൻഡ് OBU? EPS മോഡ്യൂളിന് £60 ആണ് വരിക. ദെൻ OBUന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻ ടോട്ടൽ മൊത്തം കോസ്റ്റ് 60,000 ആണ് വരിക. അണ്ടർ ഗ്രാജുവേഷൻ ഇക്വലന്റ് ആയിട്ട് നമുക്ക് OBU ഡിഗ്രി റിസ്യൂമിൽ കാണിക്കാവോ? റെജിൻ, ഇറ്റ് ഈസ് ജസ്റ്റ് എ നോർമൽ ഡിഗ്രി പ്രോഗ്രാം. ദർ ഇസ് നോ ഡിഫറൻസ് വിത്ത് എനി അതർ നോർമൽ BCom over here. It's a normal degree from a foreign university. Okay. It is equivalent to a 3-year degree program actually. Pranav, ACCA ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ BCom വേണമെന്നുണ്ടോ ജോബ് കിട്ടാൻ? ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്താൽ കൂടി തന്നെ. Okay. Pranav, there's no issues with doing degree as a distance education. There's no issues with that. Distance ആയിട്ട് ചെയ്താലും മതി. Okay. ACCA കഴിഞ്ഞിട്ട് BCom വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില കമ്പനീസ് പ്രിഫർ ചെയ്യാറുണ്ട് ACCA വിത്ത് BCom. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ BCom വേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ആ ഒരു സിറ്റുവേഷനിൽ BCom വേണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ BCom ആയാൽ മതി. ഒരു ഡിഗ്രി വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. March 24th, when and how will the result come? March 24 ഞാൻ ഡേറ്റ് പറഞ്ഞത് ഇറ്റ്സ് അബൌട്ട് EPSM completion date. Okay, EPSM മോഡ്യൂളിന്റെ കംപ്ലീഷൻ ഡെഡ് ലൈൻ ആണ് ഞാൻ പറഞ്ഞത്. EPSM മോഡ്യൂൾ March 24 എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, so how is the registration process? Is it a direct application by the applicants or mentor through? മെന്ററിനെയാണ് നമ്മൾ ആദ്യമേ മീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മെന്ററിനെ ആദ്യമേ കോൺടാക്ട് ചെയ്യുക. മെന്ററിനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോജക്ട് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡിൽ മാത്രമായിരിക്കും ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവുക. ഡയറക്ട്ലി നമ്മൾ ചെയ്തിട്ട് കയറിയിട്ട് സബ്മിറ്റ് ചെയ്യായിരിക്കും ചെയ്യുക. എങ്ങനെയാണ് സബ്മിഷൻ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും മെന്റർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നോ സർ, ഐ ഡിഡ് ഡ്രോപ്പ് ഇൻ November 20 awaiting results. ബ്രോ, November 20 ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദിസ് March 24 ആയിരിക്കും റിസൾട്ട്സ് വരുന്നുണ്ടാവുക നവംബർ സബ്മിഷന്റെ. ആൻഡ് റിസൾട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ACCയുടെ റിസൾട്ട്സ് വരുന്ന പോലെ തന്നെയാണ് വരുന്നുണ്ടാവുക. നിങ്ങളുടെ സൈറ്റിൽ നോക്കിയാൽ അവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവില്ല. നോട്ട് മാർക്ക്ഡ് എന്ന് പറഞ്ഞിട്ടേ കാണിക്കുന്നുണ്ടാവുള്ളൂ. ബട്ട് നിങ്ങൾക്ക് മെയിൽ ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് ഓരോ സ്റ്റുഡൻസിനും പല ടൈമിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതാണ് കുറച്ച് മുമ്പ് കുട്ടി പറഞ്ഞത്. ആൾക്ക് 3rd day ആണ് റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്ത് 3rd day ആണ് റിസൾട്ട്സ് കിട്ടിയത്. സോ മറ്റന്നാൾ റിസൾട്ട് 24th റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഒരു 3 daysനുള്ളിൽ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും നമുക്ക് മെയിൽ വരുന്നുണ്ടാവുക. ഓക്കെ,
ഡിഗ്രി കഴിഞ്ഞിട്ട് ACC പഠിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഡിഗ്രി കഴിഞ്ഞിട്ട് ACC പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യാം, ജസ്റ്റ് ടു ഗെറ്റ് വൺ ഓവറോൾ ഐഡിയ എങ്ങനെയാണ് ഈ ഒരു ACC എന്ന് പറയുന്ന പേപ്പേഴ്സ് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കോച്ചിങ്ങിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യാം, ആൻഡ് ദേ വിൽ ഗൈഡ് യു. ഓക്കെ, ആൻഡ് ഡിഗ്രി കഴിഞ്ഞോട് തന്നെ യു വിൽ ഗെറ്റ് ഫസ്റ്റ് 4 പേപ്പേഴ്സ് ആസ് എക്സാംഷൻ. അടുത്ത 4 പേപ്പേഴ്സ് എഴുതേണ്ട ആവശ്യമില്ല. പ്രോജക്ട് പ്രിപ്പയർ ചെയ്യാൻ ടൈം ലിമിറ്റ് ഉണ്ടോ? അക്ഷയ്, പ്രോജക്ട് പ്രിപ്പയർ ചെയ്യാൻ ടൈം ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടൈം ലിമിറ്റ് എന്നല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 സബ്മിഷൻ പീരീഡ് ആണ് ഉള്ളത്, നവംബറും മെയ്യും. സോ നമ്മൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ, ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ദിസ് മെയ് അറ്റംപ്റ്റ്, അങ്ങനെയാണെങ്കിൽ കുറെ ഹറിബറി ആയിട്ട് ചെയ്യേണ്ടി വരും പ്രോജക്ട്, ബിക്കോസ് നമുക്കറിയാലോ പീരീഡ് കുറവാണ്, ഓൾമോസ്റ്റ് 1 മന്തേ ഉള്ളൂ മൊത്തം ചെയ്യാനായിട്ട്. അല്ല, ഇഫ് യു ആർ പ്ലാനിങ് ഫോർ നവംബർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ട് നവംബർ എന്നുള്ള ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് അതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ആൻഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, in addition to this, ഓക്കെ, അപ്പം ഇൻ ടോട്ടൽ ഇത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൊത്തം നമുക്ക് 5 ഫയൽസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് ഈ 5 ഫയൽസ് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൾ ഓവർ നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഒരു കമ്പനീനെ കുറിച്ച് ചൂസ് ചെയ്യുക, ആൻഡ് ആ കമ്പനിയുടെ ബേസിസിൽ നമ്മൾ ഏതെങ്കിലും 20 ടോപ്പിക്സ് ഉണ്ടാവും. ആ 20 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ചൂസ് ചെയ്യും, ആ ടോപ്പിക്കിന്റെ ബേസിസിൽ ആ കമ്പനീനെ ഇവാലുവേറ്റ് ചെയ്യും. ഇതായിരിക്കും നമ്മൾ പ്രോജക്റ്റിനകത്ത് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഐ ഹോപ്പ് ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്ന്. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ അറ്റൻഡിങ് ദി സെഷൻ. സോ ഡെഫിനറ്റ്ലി ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് നമ്മൾ ഇനിയും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ തന്നെ ഒരു phase 2 കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡൗട്ട്സ് ഉള്ളത് ആ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ സന എന്ന് പറഞ്ഞ നമ്മുടെ ഗ്രാജുവേറ്റുമായിട്ടായിരുന്നു സംസാരിച്ചത്. സെയിം ആസ് ദാറ്റ് നമ്മൾ ഇനിയും അപ്കമിങ് സെഷൻസിൽ നമ്മുടെ എന്റെ കൂടുതൽ ഓൾറെഡി മെന്ററിംഗ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ സെഷൻസ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. സോ യു ക്യാൻ ആസ്ക് ദം എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യം. സന എന്ന് പറയുന്ന ആള് ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിന്ന സമയത്തായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് ചെയ്തത്. ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നോക്കുന്നുണ്ടാവുക വിത്ത് എ ഗ്രാജുവേറ്റ് ഹു ഹാവ് ഓൾറെഡി ബീങ് എംപ്ലോയിഡ് വിത്ത് സം സെറ്റ് ഓഫ് ഓർഗനൈസേഷൻസ്. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്ത് ജോബിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഡിഗ്രി പ്രോഗ്രാം കൊണ്ടുപോയത്, ജോബിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് എത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, അപ്പൊ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഡിഫിക്കൽട്ടീസ് എങ്ങനെയൊക്കെയാണ് ഈ പ്രോജക്ട് ആ ഒരു സിറ്റുവേഷൻ പ്ലാൻ ചെയ്യാൻ പറ്റുക, ഇങ്ങനെ ഒരു സെഷൻ കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. So definitely that will also be helpful for you. So that's it, guys. So thank you so much for joining. So we will meet you again in the next session. So thank you so much. Bye bye. Good night.